ഹായ് ഓൾ, എൻ്റെ പേര് ജോബ് മാർക്കോസ്. എല്ലാവർക്കും ഇക്വിറ്റി മാക്സ് റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 5 മെയ് 2025 എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയ ഒരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഇപ്പൊ വളരെ ഒരു സ്ട്രെങ്ത് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. FISന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ബൈങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ട്രേഡിംഗ് ദിവസം, അതായത് വെള്ളിയാഴ്ച, FISന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ 2770 കോടിയുടെ ബൈങ് ആണ് വന്നിട്ടുള്ളത്. DISന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ 3290 കോടിയുടെ ബൈങ് ആണ് വന്നിട്ടുള്ളത്. ഓവറോൾ നെറ്റ് ബൈങ് നമ്മൾ നോക്കുവാണെങ്കിൽ 6060 കോടിയുടെ ബൈങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ ട്രേഡിംഗ് ദിവസം വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ശക്തമായ രീതിയിലുള്ള ബൈങ് ആണ് FISന്റെ ഭാഗത്തു നിന്നാണെങ്കിലും DISന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഗ്ലോബലി നോക്കുവാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം കഴിഞ്ഞ ട്രേഡിംഗ് ദിവസം പോസിറ്റീവിലായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിൽ നമുക്കൊരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണെന്ന് തന്നെ പറയാം. നമുക്ക് വലിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് കാണിച്ചു തന്നിട്ടില്ല. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റ്, യൂറോപ്യൻ മാർക്കറ്റ് ഒക്കെ നല്ലൊരു പോസിറ്റീവ് റാലിയാണ് നടത്തിയിട്ടുള്ളത്. ഏകദേശം 1 to 2% പോസിറ്റീവിലാണ് മാർക്കറ്റ് എല്ലാം, ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ എക്സ്പയറിയുടെ സമയത്തും നല്ല രീതിയിലുള്ള ഒരു ചേഞ്ചസ് മാർക്കറ്റിൽ വരേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ എക്സ്പയറിഡ് എന്ന മാർക്കറ്റ് നോക്കാൻ നേരത്ത് ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ നല്ല രീതിയിലുള്ള ഒരു വോളറ്റിലിറ്റി, അതേപോലെ ഒരു ഫ്ലക്ച്വേഷൻസ് ഒക്കെ മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പം ഇനിയൊരു നല്ല രീതിയിലുള്ള ഒരു ചേഞ്ചസ് വരണമെങ്കിൽ മാർക്കറ്റ് അതിനനുസരിച്ച് നമ്മളോട് ഇണങ്ങിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മാർക്കറ്റിന്റെ ഡയറക്ഷൻ, യഥാർത്ഥത്തിലുള്ള ഒരു റിവേഴ്സൽ ട്രെൻഡ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ സ്മോൾ ക്യാപ് സെക്ടറെല്ലാം നോക്കുവാണെങ്കിൽ 50 ഡേയ്സ് മൂവിംഗ് ആവറേജിന്റെ താഴെയാണ് ഇപ്പൊ നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഇപ്പോഴും ഒരു റെഡിഷ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ ഈ സ്റ്റോക്കുകളെല്ലാം 50 ഡേയ്സ് മൂവിംഗ് ആവറേജിന്റെ താഴെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സ്റ്റോക്കുകളൊന്നും മുകളിലേക്ക് കയറി വരാത്തത്. അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് ആക്ഷൻ കാണിക്കാത്തത്. അതേപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ വെള്ളിയാഴ്ച നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഒരു ഫ്ലാറ്റ് ആയിട്ടാണെങ്കിൽ പോലും നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത് ഏകദേശം 150 പോയിന്റോളം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ റിലയൻസിന്റെ പെർഫോമൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ 10% ഹൈക്കാണ് റിലയൻസ് കാണാൻ സാധിച്ചത്. അതിന് ഏറ്റവും വലിയ കാരണം അതിന്റെ Q4 റിസൾട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതേപോലെ നമുക്ക് ഇന്ന് കുറച്ച് കമ്പനീസിന്റെ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഒബ്രോയി റിയാലിറ്റി 2 rupees പെർ ഷെയർ, അതേപോലെ തന്നെ PTC ഇന്ത്യ 5 rupees പെർ ഷെയർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് മെയിൻ ന്യൂസ്, ഗ്ലോബൽ ന്യൂസ് നോക്കുവാണെങ്കിൽ US-ൽ നിന്ന് ISM സർവീസ് PMI ഡാറ്റ ഇന്ന് റിലീസ് ആവുന്നുണ്ട്. അപ്പം ഫോറക്സിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല രീതിയിലുള്ള ഒരു ഫ്ലക്ച്വേഷൻസ് മാർക്കറ്റിൽ സംഭവിക്കാൻ സാധ്യത ഏറെ കൂടുതലാണ്. ഇനി നമ്മൾ ചില കമ്പനീസിന്റെ Q4 റിസൾട്ട് ഇന്ന് റിലീസ് ആവുകയാണ്. അതായത് കൊഫോർജ്, ക്യാംസ്, ഇന്ത്യൻ ഹോട്ടൽസ്, അതേപോലെ തന്നെ ഓട്ടോ സെക്ടറിൽ മികച്ച മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ 4 കമ്പനീസിന്റെ Q4 റിസൾട്ട് ആണ് ഇന്ന് റിലീസ് ആവുന്നത്. ഈ ഒരു റിസൾട്ടിനെ ബേസ് ചെയ്ത് കുറെ ചേഞ്ചസ് ഇത്ര കമ്പനീസിൽ ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ബാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു കമ്പനീസിൽ ട്രേഡ് ചെയ്യുന്നവരൊക്കെ നല്ല രീതിയിൽ സൂക്ഷിച്ച് കണ്ട് തന്നെ ട്രേഡ് ചെയ്യുക. നല്ല രീതിയിലുള്ള ഒരു ഫ്ലക്ച്വേഷൻസ് കാണാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. ഇതേപോലുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങൾക്ക് ലഭിക്കാനായി ഞങ്ങളുടെ ഓരോ വ്യൂസ്, അതേപോലെ തന്നെ ഞങ്ങളുടെ ഓരോ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാനായി താഴെ കാണുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. That's all. Signing off, Joe P. Marcos.